കൈലാസയാത്രയിലെ ആദ്യത്തെ ക്യാമ്പായ ഞാലം. ഞാലത്തിലെ അസ്തമയവും ഉദയവും കണ്ടുകൊണ്ട് ഞാലത്തെ അറിഞ്ഞുകൊണ്ടുള്ള യാത്ര. ഈ യാത്രയിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ദിവസം ഞാലത്ത് തങ്ങുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ കൈലാസയാത്ര, ആ യാത്രയിൽ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്നതിൻ്റെ 1% ആദ്യമൊന്ന് അനുഭവിച്ചറിയാം. സൂര്യൻ ഉദിച്ചുയർന്ന് നല്ല വെയിൽ പരത്തി നിൽക്കുന്നു. ഈ ഒരു പ്രഭാതത്തെ കണ്ടാൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം കണ്ടാൽ എത്ര മണിയാകും തോന്നും? ഒരു 8:30 മണി 9 മണിയല്ലേ? ഇവിടെ സമയം 5:30 മണിയായിട്ടേ ഉള്ളൂ. അതായത് ഇന്ത്യൻ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ചൈനയിലെ സമയം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമയവുമായി എത്ര വ്യത്യാസമുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. അതൊരു ആശയക്കുഴപ്പത്തിലാണ്. നേപ്പാളിലെ സമയം ഇന്ത്യൻ സമയവുമായി ഒരു 15 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. എന്നാൽ ആ ഒരു സൗഹൃദ പാലം അഥവാ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും 2.5 മണിക്കൂറിലേറെ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളൊരു 3 മണിക്ക് മുന്നേ ആയിട്ടാണ് ബസ്സിലേക്ക് കയറിയത്. ബസ്സിലെ ക്ലോക്കിൽ അപ്പോൾ സമയം 6 മണിയായിരുന്നു. എത്രയാണ് ആ കറക്റ്റ് ഒരു വ്യത്യാസം എന്നിനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഏതായാലും ഭൗമശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ രാത്രി ആകുമ്പോഴേക്കും, അതായത് സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച് ഇരുട്ട് പരക്കുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ സമയം ഏതാണ്ട് 7 മണി 7:15 അല്ലെങ്കിൽ ഒരു 8 മണിയോട് അടുപ്പിച്ചിട്ടുണ്ടാകും. അപ്പോഴേക്കും പക്ഷേ ചൈനയിലെ സമയം 10 മണി, അല്ലെങ്കിൽ ഇവിടുത്തെ സമയം 10 മണിയാണ്. ചൈന എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇത് യഥാർത്ഥത്തിൽ ടിബറ്റാണ്. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കീഴിലുള്ള, അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള സ്വതന്ത്ര രാജ്യം എന്നാണ് വെയ്പ്പ്. ടിബറ്റിൽ ധാരാളം ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പുസ്തകത്തിൽ ദ ഹോളി കോ ആൻഡ് അതർ ഇന്ത്യൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ ലാമമാരുടെ ചിത്രമുണ്ടായിരുന്നു. ആ ഒരൊറ്റ ചിത്രം കൊണ്ട് മാത്രം ഒരു 20 മിനിറ്റോളം ഞങ്ങൾക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ഈ ചിത്രം എന്താണ്? അധികം ഇംഗ്ലീഷ് ഭാഷ വശമുള്ളവരല്ല ചൈനയിലുള്ളവർ. അതുകൊണ്ട് ഇവർക്ക് എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയില്ല. ലാമമാരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ലാമമാരെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലുമാണോ ഈ പുസ്തകത്തിൽ എന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. പക്ഷേ സാധാരണമായ കാര്യങ്ങൾ മാത്രമാണ് പരാമർശിച്ച് പോകുന്നതെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായപ്പോഴാണ് ആ പുസ്തകം തന്നെ ഞങ്ങളെ അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടത്. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ, ടിബറ്റിനെ കുറിച്ച് നമുക്ക് ധാരാളം പറയാനുണ്ട്. അത് വഴിയേ പറയാം. ഇപ്പോൾ നാം എത്തിയ സ്ഥലം ഞാലമാണ്. ഇന്നലെ രാത്രിയാണ് ഞാലത്തിലേക്ക് എത്തിയത്. പക്ഷേ ഞാലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ കടുത്ത തണുപ്പായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും ഈ ഒരു മുകൾ തട്ടിലേക്ക് വന്ന, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നാണ് അതിന് പറയുക, തലവേദനയും ഛർദ്ദിക്കാനുള്ള ഒരു അവസ്ഥയും, അങ്ങനെ ആകെ ശാരീരികമായി തികച്ചും തളർന്നു പോകുന്നൊരവസ്ഥയിലെത്തി. മനസ്സുകൊണ്ടൊന്ന് ഭയപ്പെടുകയും ചെയ്തു, ഇവിടെ വെച്ച് യാത്ര അവസാനിച്ച് മടങ്ങി പോകേണ്ടി വരുമോ എന്ന്. യഥാർത്ഥത്തിൽ ഞാലത്തിൽ വരുന്നത് തന്നെ ഞാലത്തെത്തുമ്പോഴാണ്. ഞാലത്ത് നല്ല കഠിനമായ തണുപ്പാണ്. അതായത് 3700 മീറ്റർ അടി, അല്ലെങ്കിൽ 3700 മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 12,000 അടി ഉയരത്തിലാണ് നാം നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 16,000-ഓളം അടി എത്തുമ്പോഴാണ് നാം പരിക്രമത്തിന് ചെല്ലുന്നത്. അപ്പോൾ ഈ 12,000 അടിയിൽ എത്തുമ്പോൾ ഈ ഒരു കാലാവസ്ഥയുമായി നാം പൊരുത്തപ്പെടുന്നുണ്ടോ എന്നറിയണം. സത്യത്തിൽ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയപ്പോൾ ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടില്ല എന്ന് തന്നെയാണ് കരുതിയത്. തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊരു ഭയമുണ്ടായി. പക്ഷെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ആഗ്രഹം, എങ്ങനെയും കൈലാസയാത്ര നടത്തണമെന്ന ആഗ്രഹം ഒരു ധൈര്യം തന്നിരുന്നു. എങ്കിലും തീർത്തും അവശ്യനിലയിലായി പോയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒപ്പം ഒരു ഹോമിയോ ഡോക്ടറുണ്ട്. മാത്രമല്ല ആവശ്യത്തിലേറെ ഹോമിയോ മരുന്നുകൾ കയ്യിൽ കരുതിയിരുന്നതുകൊണ്ടും ഹോമിയോ മരുന്ന് കഴിച്ചാണ് ഒരു അല്പം ആശ്വാസം കണ്ടെത്തിയത്. ഇതുവരെ നാം യാത്ര ചെയ്തപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് വന്നത് ഗ്രാൻഡ് എന്ന ഹോട്ടലിൽ, നക്ഷത്ര ഹോട്ടലാണത്. അവിടെ നിന്ന് പിന്നീട് വന്നത് ദുലിക്കയിലെ ലോഡ്ജ് റിസോർട്ട് എന്ന അതിമനോഹരമായ പ്രദേശം. ഇവിടെയെല്ലാം നമുക്ക് വളരെയേറെ സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഞാലത്തേക്ക് എത്തുമ്പോഴേക്കും സൗകര്യങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി. ഞാലത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്. വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഇവിടെയുള്ളൂ. വൈകുന്നേരം ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങും? അതുമാത്രമല്ല, പ്രത്യേകിച്ച് ടോയ്ലറ്റ് കണ്ടപ്പോഴാണ് ആകെ മനസ്സിനൊരു ആശങ്ക വന്നത്. ഏതായാലും രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഈ ഒരു പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുവാനുള്ള മനസ്സുണ്ടായി. അത് മാത്രമല്ല, കൈലാസയാത്രയ്ക്ക് പുറപ്പെടുന്ന ആൾക്ക് ആദ്യം വേണ്ടത് എല്ലാം സഹിക്കാനുള്ളൊരു മനസ്സാണ്.
നിരത്തിയിട്ടിരിക്കുന്ന അനേകം ബെഡുകളുണ്ടാകും. ഈ ബെഡുകളിൽ എല്ലാവരും ഒരുമിച്ച്, സ്ത്രീകൾക്ക് ഒരു വശത്ത്, പുരുഷന്മാർക്ക് മറ്റൊരു വശത്ത്, അങ്ങനെയാണ് യാത്രാ സംവിധാനം ഒരുക്കുക. പിന്നെ ഒരുമിച്ച് വന്നവർക്ക്, ദമ്പതിമാർക്ക് ഒരുമിച്ചുള്ള സംവിധാനങ്ങളും വേറെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് സൗകര്യം എന്ന് പറയുമ്പോൾ ഈ സൗകര്യം തന്നെ ധാരാളമാണ് എന്ന് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനി നാം കടന്നു ചെല്ലുന്നത്. പക്ഷേ ഇവിടെ വെച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്ന കാലത്ത് ധാരാളം ഋഷിമാർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കാൽനടയായി സഞ്ചരിച്ചു വന്നവർ, ഒരു ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ സഞ്ചരിച്ചു വന്ന് ഇവിടെ വന്ന് നടന്നു വന്ന് മാനസ സരോവരത്തിൻ്റെ തീരത്തെത്തി മാനസ സരോവരത്തെ 33 തവണ പ്രദക്ഷിണം വെച്ച് പിന്നെ കൈലാസ പരിക്രമം 36 തവണ ചെയ്ത അങ്ങനെയുള്ള ഏറെ സന്യാസിമാരുണ്ട്. അത് കേൾക്കുമ്പോൾ ആ ഒരു അനുഭവം കേട്ട് ആ ഊർജ്ജത്തിൽ നിന്നുണ്ടാകുന്ന ചൈതന്യവും വിശ്വാസവും കൊണ്ടാണല്ലോ കൈലാസ യാത്രയ്ക്ക് നാം ഓരോരുത്തരും തയ്യാറെടുക്കുന്നത്. ഇനി നമുക്ക് രാവിലെ പ്രഭാതഭക്ഷണം എന്ന് പറയുമ്പോഴേക്കും ഏതാണ്ട് 6:30-6:45 ആകുമ്പോഴേക്കും പ്രഭാതഭക്ഷണം കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കും. ഇതുവരെയും ഹോട്ടലിലെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കഴിച്ചതെങ്കിൽ ഇനി കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ തന്നെ തയ്യാറാക്കി. ഇവിടെ ചെറിയൊരു അടുക്കളയുണ്ട്. ഈ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനായി നമുക്ക് ഇവിടുന്ന് തന്നെ ടിബറ്റിൽ തന്നെ 1-2 പേര് നമ്മെ സഹായിക്കാനുമുണ്ട്. എങ്കിലും നമ്മുടെ ഭക്ഷണം തന്നെ നമുക്ക് കഴിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തന്നെ ഒന്ന് തയ്യാറായി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ സംഘങ്ങളിൽ കുറച്ച് ഊർജ്ജം കൂടുതലുള്ളവർ പ്രഭാതത്തിൽ തന്നെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം തയ്യാറാക്കി ഇരിക്കുകയാണ്. രാവിലെ സൂപ്പാണ്, റൈസ് സൂപ്പ്, നമ്മുടെ കഞ്ഞിയാണ് കഴിക്കേണ്ടത് 3 നേരവും. അതുകൊണ്ട് ഒരു ഗുണമുള്ളത് തയ്യാറാക്കാൻ എളുപ്പമാണ് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ അതിലേറെ കഞ്ഞി കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. കൈലാസ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് തന്നെയാണ്. തണുപ്പ് എത്ര കാഠിന്യമുള്ളതായി മാറിയാലും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ തണുപ്പിനെ പിടിച്ചു നിർത്താനും ഈ ഒരു പ്രകൃതിയുമായി ഒരുമിച്ച് സമരസപ്പെട്ടു പോകുവാനുള്ള ഒരു ശക്തി മനസ്സിന് ലഭിക്കുകയുമുള്ളൂ. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും 1-2 പേർ കേരളത്തിന് പുറത്ത് നിന്നും അങ്ങനെ 30 പേരടങ്ങുന്ന സംഘം. ആ സംഘമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അല്ലെങ്കിൽ ആ 30 സംഘത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ ഹോമിയോ ഡോക്ടർ സുജാതയെ പറ്റി. ഡോക്ടർ സുജാത ഏതാണ്? ഈ ഡോക്ടറാണ് പലർക്കും ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. അതിൽ പകുതി പേരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഹോമിയോ മരുന്നുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു കൈലാസ യാത്രയ്ക്ക് തയ്യാറെടുത്ത് വരുന്നവർ പലപ്പോഴും ഇങ്ങനെ ഒരു പല കാര്യങ്ങളെക്കുറിച്ച്, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴും വ്യാകുലപ്പെടാറുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം മരുന്ന് ഹോമിയോയിലുണ്ട്. ഇമെയിലും ഞാൻ വായിച്ചിരുന്നു. ഹോമിയോപ്പതി മെഡിസിൻ ആണ് ബെസ്റ്റ്. പിന്നെ ബാക്കി ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ പാരസെറ്റമോളോ ഇതൊക്കെ കഴിക്കാതിരിക്കണം നല്ലതാണ് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന മെഡിസിൻസ് ഞാൻ കൊണ്ടുവന്നു. ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നാണ് വിചാരിച്ചു. അതല്ലേ, ഡോക്ടറുടെ കയ്യിൽ ധാരാളം മരുന്നുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഇത്ര ഉണർവോടുകൂടി എഴുന്നേറ്റിരിക്കാനും പറയാനും ഒക്കെ പറ്റി. അതാണ് സത്യം. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ സത്സംഗത്തിനുള്ള സമയമാണ്. ഭക്ഷണമുറി അപ്പോൾ പ്രാർത്ഥനാ മുറിയാകുന്നു. ഈ ഭക്ഷണമുറിയെക്കുറിച്ച് കൂടി ഒന്ന് പറയാനുണ്ട്. ഭക്ഷണം വിളമ്പുന്ന മുറിയാണെങ്കിലും ഈ മുറി ഏറ്റവും മനോഹരമായി അലങ്കരിക്കുവാൻ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചൈനയുടെ പതിവുള്ള നിറങ്ങളും ഗോപുരങ്ങളും ഒക്കെ ചേർത്ത് വെച്ച്, അതുപോലെ തന്നെ ചൈനയിലെ പരമ്പരാഗത ചിത്രങ്ങൾ സൂക്ഷിച്ച്, ഇങ്ങനെ ഒരു പരമ്പരാഗത രീതി മുഴുവനും അങ്ങനെ തന്നെ തുടർന്ന് പോരുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ മഹാബോധി ടെമ്പിൾ ബോധ്ഗയയിലെ ആ ഒരു ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ടിബറ്റൻ വിശ്വാസവും ചൈനയുടെ കാഴ്ചകളും ഒത്തുചേരുന്നത് ഈ പ്രാർത്ഥനാമുറി, ഇപ്പോൾ പ്രാർത്ഥനാമുറി കാണുവാനാകുന്നുണ്ട്. ഞങ്ങളുടെ സംഘാംഗങ്ങൾക്ക് പ്രകൃതിയുമായി പൊരുത്തപ്പെടൽ മാത്രമല്ല ജ്ഞാനത്തിലെ അടുത്ത പ്രഭാവം നൽകിയത്. സംഘാംഗങ്ങൾ എല്ലാവരും പരസ്പരം മനസ്സിലാക്കിയതും അതുമാത്രമല്ല ശക്തമായൊരു ബന്ധം ഇനിയുള്ള യാത്രകളിൽ ആ ഒരുമിച്ചുണ്ടാകേണ്ടതിൻ്റെ ഒരു ബന്ധമുണ്ടായി വന്നതും ആ പ്രഭാവത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. നേപ്പാളിൽ 2 ദിവസം ഉണ്ടായിരുന്നു. നേപ്പാളിൻ്റെ അതിർത്തി വിട്ട് തുലുക്കയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പരസ്പരം ഒന്ന് സംസാരിക്കുവാനോ അല്ലെങ്കിൽ പരസ്പരം യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനോ യാത്രയ്ക്ക് വന്നതിൻ്റെ കാരണങ്ങൾ പറയുവാനോ ഒന്നും ഒരവസരവും ലഭിച്ചിരുന്നില്ല.
എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരസ്പരം കാണും, യാത്രാവേളകളിൽ പ്രാർത്ഥനകളുമായി ഒപ്പമുണ്ടാകുമെന്നല്ലാതെ. പക്ഷേ ഞാലത്തെത്തിയ ആ പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നേരത്തെ തന്നെ ഈ ഒരു ഹിമാലയത്തിൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിച്ച് പരിചയമുള്ള കേണൽ രാജൻ ബാബു, അദ്ദേഹം സംഘാംഗങ്ങളെല്ലാം ഒത്തുചേർത്ത് ഒരു സത്സംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്, എല്ലാവരും പരിചയപ്പെടേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞും ഒത്തുചേരുകയുണ്ടായി. ആ പ്രഭാതത്തിലെ അനുഭവം, പ്രത്യേകിച്ച് മുതിർന്നവരെ, പ്രായത്തിലേറെ മുതിർന്നവരെ മുന്നിൽ നിർത്തി അവരുടെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് കൈലാസയാത്രയ്ക്ക് അനുവാദം വാങ്ങിക്കുന്നൊരവസരം. ആ അവസരം വന്നപ്പോഴേക്കും ശരിക്കും ഒരു ആത്മബന്ധം, കണ്ണുകളിലേക്ക് പരസ്പരം നോക്കിക്കൊണ്ടൊരു ആത്മബന്ധത്തിൻ്റെ ശക്തി. മനുഷ്യനായി ജനിച്ചവരെല്ലാം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഏതൊക്കെയോ പൂർവ്വജന്മങ്ങളിൽ പരസ്പരം അവർ കണ്ടിരുന്നുവെന്നും സൗഹൃദത്തിലായിരുന്നുവെന്നും ഒക്കെ മനസ്സിലാകുന്ന, തിരിച്ചറിവുണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് രാവിലത്തെ ആ സത്സംഗത്തിലൂടെ സംഭവിച്ചത്. പ്രാർത്ഥന എന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലേക്കും ചെന്നെത്തുന്ന അവസ്ഥയാണ് ഇവിടെ സത്സംഗത്തിലൂടെ സാധ്യമാകുന്നത്. ഒന്നിച്ച് ആഘോഷിച്ച് പാടുക, നൃത്തം വയ്ക്കുക, പരസ്പരം മുഖത്തു നോക്കി ഉച്ചത്തിൽ ചിരിക്കുക, പരസ്പരം നന്ദി പറയുക, സ്നേഹത്തോടെ ഒന്ന് ആലിംഗനം ചെയ്യുക. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മബോധത്തിൻ്റെ ചൈതന്യത്തെ സ്വയം തെളിക്കുകയാണ്. ആ വിളക്കാണ് ഇനി നമുക്ക് വേണ്ടത്, കൈലാസയാത്രയ്ക്ക് നമുക്ക് വഴികാട്ടുവാൻ. അതിനായി ഇനി നാം ചെയ്യുന്നത് മുതിർന്ന തലമുറയിൽപ്പെട്ടവർക്ക് നമോഭാഗം ഓതിക്കൊണ്ട് ആ പാദങ്ങളിൽ ഒന്ന് സ്വയം സമർപ്പിക്കുകയാണ്. അങ്ങനെ ശിരസ് നമസ്കരിക്കുമ്പോൾ നാം നമ്മുടെ സംസ്കാരത്തെ അറിയുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് മുന്നിലെ തലമുറയെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായവർക്ക് മുന്നിൽ നന്ദി പറയുകയാണ്. ഈ നമസ്കാരത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ജ്ഞാനെന്ന ഭാവം പൂർണ്ണമായും ഇല്ലാതെയായിട്ട് നാം ആ കണ്ണുകളിൽ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഒന്ന് കാണും, നമ്മുടെ ഇഷ്ടദൈവങ്ങളെ ഒന്ന് കാണും. അതിനോടൊപ്പം നമുക്ക് ജന്മം നൽകിയ എല്ലാ സത്യങ്ങളെയും അറിയുകയും ചെയ്യും. അവരവർ ജീവിക്കുന്ന പ്രകൃതിക്കനുസരിച്ച്, അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിത അവസ്ഥകൾ നൽകിക്കൊണ്ടാണ് ദൈവം ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഞാലത്തിലെത്തി നോക്കിയാൽ കാണാം, ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളും, നാലുകാലി മൃഗങ്ങളും, അതായത് പട്ടിയായാലും ശരി, പശുവായാലും ശരി, എല്ലാം കാള ഒക്കെ നിറയെ രോഗങ്ങൾ ഉണ്ടാവും അവർക്ക്. ഈ തണുപ്പിനെ പിടിച്ചു നിർത്താനായിട്ട് ദൈവം അവർക്ക് അങ്ങനെ ഒരു വരദാനം നൽകിയിരിക്കുകയാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് നമുക്കിത് ഇത്രയും സംവിധാനങ്ങൾ, ഇതൊന്നും പോരാ, ഇതിലും സംവിധാനങ്ങൾ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലേ ഇനി ഈ തണുപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. ഈ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഇതിനൊരു സൺഗ്ലാസ് നിർബന്ധമാണ്. കാരണം പെട്ടെന്നാണ് തിബറ്റിൽ പീഠഭൂമിയിൽ പെട്ടെന്നാണ് വെയിലിന് കാഠിന്യം വരുന്നത്. പക്ഷെ വെയിലിന് കാഠിന്യം വരുന്നത് സൂര്യന്റെ കിരണങ്ങൾ വളരെ അടുത്ത് വരുന്നതുകൊണ്ട് ആ ഒരു അൾട്രാവയലറ്റ് കിരണങ്ങൾക്ക് ശക്തി കൂടുതലായതുകൊണ്ട് കണ്ണിന് പക്ഷത വരാനും അതുപോലെ കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുന്ന ഹിമാന്തത തുടങ്ങിയതുപോലുള്ള കാരണങ്ങൾ വരാനും ഒക്കെ അത് കാര്യമാകുമെന്നുള്ളത് കൊണ്ട് ഇത് നിർബന്ധമാണ്. ഗ്ലൗസ് നിർബന്ധമാണ്. ഈ ഒരു ജാക്കറ്റ്, ഇതിനകത്ത് മറ്റൊരു സ്വെറ്ററുണ്ട്, അല്ലാതെ നമ്മുടെ സാധാരണ വസ്ത്രമുണ്ട്, അതിനും അടിയിൽ തെർമൽ വെയറുമുണ്ട്. ഇത്രയും വസ്ത്രങ്ങളും പിന്നെ വൂളൻ സോക്സും ഈ ഒരു ട്രക്കിംഗ് ഷൂ, ഇത്രയും വേണം നമുക്ക് ശരിക്കും ഹിമാലയത്തിലേക്ക് പോകാൻ. എങ്ങനെയാണ് വസ്ത്രം നമുക്ക് കൊണ്ടുവരേണ്ടതെന്നും അത് എങ്ങനെയാണ് പാക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടതെന്നും നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ നമ്മുടെ യാത്ര, ഈ ഒരു കൈലാസ യാത്രയ്ക്ക് നമുക്ക് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രയൽ ട്രക്കിംഗ് ആണ്. അതായത് ഇവിടെ ഒരു ചെറിയ മല നമ്മൾ കയറി ഇറങ്ങും. അപ്പോൾ അറിയാൻ പറ്റും മല കയറുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. പൊതുവെ സംസാരിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ്, ശ്വാസതടസ്സം വല്ലാതെ വരും. ഏതായാലും മല കയറി നോക്കാം. മല കയറി നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം എന്തായാലും വരും. കൈലാസ യാത്രയ്ക്കായി പുറപ്പെട്ടു വന്നതിന് ശേഷം ആദ്യമായാണ് ഹിമമുള്ള ഒരു മല നാം കാണുന്നത്. അത് ഞാലത്തിലെത്തി നമ്മുടെ ട്രയൽ ട്രക്കിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി അവിടെ നോക്കുമ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം. ഇതൊരു ആദ്യ കാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ആദ്യ കാഴ്ച എന്നല്ല, ഈ ഓരോ മലകൾക്കും, ഓരോ തവണ നാം കാണുന്ന മലകൾക്ക് നമോഭാഗം ഓതിക്കൊണ്ട് മനസ്സിനെ ഏറ്റവും വിനീതമാക്കിക്കൊണ്ട് വേണം ഈ മല കയറുവാൻ.
ശക്തമായ കാറ്റാണ്, തണുപ്പുണ്ട്, അതിനോടൊപ്പം ശക്തമായ കാറ്റ്. അതുകൊണ്ട് ശ്വാസം തന്നെ കിട്ടാൻ ചെറുതായൊന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മലയും അതുപോലെ തന്നെ നമുക്ക് കൈലാസ യാത്രയും പൂർത്തീകരിക്കാനാണ്. ഞാലത്ത് എവിടെ നോക്കിയാലും മലനിരകൾ തന്നെ. ഇങ്ങനെ മലനിര കാണുമ്പോൾ ഹിമം കുറച്ചുകൂടി മൂടി നിൽക്കുന്ന മറ്റൊരു മല കാണുന്നു. അത് ശീഷ പങ്വ എന്നാണ് അതിൻ്റെ ചൈനീസ് നാമം. ശീഷ പങ്വ. ഉയർന്നു നിൽക്കുന്ന ഒരു മല കാണാൻ എന്ത് ഭംഗിയാണ്. മഞ്ഞ് മൂടി നിൽക്കുന്നു, ശിഖരങ്ങൾ ഇങ്ങനെ കാണുന്നു. കൈലാസത്തിൻ്റെ ദിവ്യമായ ദർശനം ലഭിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിന് ദിവ്യമായ ഒരു അനുഭൂതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് കൈലാസമല്ല, എന്നാൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ആ വെളുപ്പ് നമ്മുടെ മനസ്സിലും ഒരു വെളുപ്പ് നിറയ്ക്കുന്നുണ്ട്. നടന്നു വരുമ്പോൾ ഈ കാണുന്ന മലയാണ് പരിശീലനത്തിനായി നാം കയറേണ്ടത്. ഈ ഒരു മല കയറി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാനാകും കൈലാസ യാത്രയിൽ പരിക്രമത്തിന് ഡോൾമ പാസ് എന്ന 2ാം ദിവസം ഡോൾമ പാസ് കടക്കുവാൻ നമുക്കാകുമോ ഇല്ലയോ എന്ന്. ഇന്ന് കൈലാസയാത്രികർക്കുള്ള നിർദ്ദേശം ഇതാണ്. നമ്മുടെ പ്രത്യേക തരത്തിലുള്ള വസ്ത്രം, ആ ഒരു വസ്ത്രം കൊണ്ട് നമുക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെടുമെങ്കിലും ഈ ഒരു എല്ലാ വസ്ത്രങ്ങളും ഏതാണ്ട് 5 ജോഡിയോളം പലതരത്തിലും പല കട്ടിയിലുമുള്ള വസ്ത്രങ്ങളാണ് നാം അണിഞ്ഞിരിക്കുന്നത്. ശരിക്കും ചന്ദ്രനിലൊക്കെ പോകുന്നത് പോലെയുള്ളൊരു അവസ്ഥയാണ് നമുക്ക് ആകെ തോന്നുക. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മൂക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ മൂക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡസ്റ്റ് മാസ്ക് ഉപയോഗിക്കണമെന്നാണ്. ലാൻഡ് ക്രൂയിസറിൽ പഴയ റോഡിലൂടെ നാം ലാൻഡ് ക്രൂയിസറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും കൈലാസ യാത്രകൾക്ക് ഈ ഡസ്റ്റ് മാസ്ക് നിർബന്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ റോഡ് നല്ല രീതിയിലുള്ളതായതുകൊണ്ടും നാം യാത്ര ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ വാഹനത്തിലായതുകൊണ്ടും ഡസ്റ്റ് മാസ്ക് ഒരു നിർബന്ധ ഘടകമാകുന്നില്ല. പക്ഷേ എങ്കിലും ഡസ്റ്റ് മാസ്ക് ഉപയോഗിക്കേണ്ട ചില അവസരങ്ങൾ ഇത്തരത്തിൽ കാറ്റടിക്കുന്ന വേളയിൽ, ഞാലത്തും പിന്നീടുള്ള യാത്രകളിലുമൊക്കെ കാറ്റടിക്കുന്ന വേളയിൽ നന്നായി പൊടി, അതായത് പാറപ്പൊടിയാണ് നമ്മുടെ ഉള്ളിലേക്ക് മൂക്കിനുള്ളിലേക്ക് കയറി പോവുക. അതുകൊണ്ട് എല്ലാ പ്രഭാതത്തിലും ഈ ഡസ്റ്റ് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ പ്രഭാതത്തിലും നമ്മുടെ മൂക്ക് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. മൂക്കിൽ ധാരാളം പൊടിയും അഴുക്കും ഉണ്ടാകും. അത് മാത്രമല്ല ചിലപ്പോൾ രക്തം പൊടിഞ്ഞു വരാനും സാധ്യതയുണ്ട്. അതിൽ ഭയക്കേണ്ടതില്ല. ഇതൊക്കെ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് സിക്നസിൻ്റെ ഭാഗമായി സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഈ നിർദ്ദേശത്തിനൊപ്പം ഇന്നത്തെ ഹിമപഥങ്ങൾ പൂർണ്ണമാവുകയാണ്. നാളത്തെ ഹിമപഥങ്ങൾക്കായി കാത്തിരിക്കുക.